ആർലം ഫാം ഭൂമി പാട്ടത്തിന് നൽകിയതിനെതിരെ AKS കുടിൽകെട്ടി സമരത്തിലേക്ക്. പങ്കാളിത്ത കൃഷിയുടെ പേരിൽ ആർലം ഫാമിലെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പാട്ടത്തിന് നൽകിയ നടപടിക്കെതിരെയാണ് ആദിവാസി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഫെബ്രുവരി ആദ്യവാരം ഫാമിൽ കുടിൽകെട്ടി സമരം ആരംഭിക്കുമെന്ന് ആദിവാസി ക്ഷേമസമിതി നേതാക്കൾ ഇരിട്ടിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന സർക്കാരോ അതുപോലെ തന്നെ പട്ടികവർഗ വികസന വകുപ്പോ അറിയാതെയാണ് ആർലം ഫാം കോർപ്പറേഷൻ അതിൻ്റെ മാനേജ്മെൻറ്റ് സർക്കാർ അനുമതി തേടാതെ ഫാമിലെ ആദിവാസികൾ 2003 മുതൽ നടത്തിയിട്ടുള്ള അവകാശ സമര പോരാട്ടത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഭൂമി, ആ ഭൂമി വെട്ടിപ്പും കൊള്ളയും നടത്തി വൻകിട കമ്പനികൾക്കും സ്വകാര്യ വ്യക്തികൾക്കും അടിയറ വെക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ആദിവാസി ക്ഷേമസമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. പങ്കാളിത്ത കൃഷിയുടെ പേരിൽ ബ്ലോക്ക് 1 മാലൂർ അഗ്രോ ഫാം പ്രൈവറ്റ് ലിമിറ്റഡിന് 530 ഏക്കർ ഭൂമി 30 വർഷത്തേക്കും, എറണാകുളത്തെ അഗ്രി ഫാമിന് 1000 ഏക്കർ കൈതച്ചക്ക കൃഷിക്ക് 4 കൊല്ലത്തേക്കും, എറണാകുളത്തെ KVS ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് 25 ഏക്കർ 30 വർഷത്തേക്ക് പന്നി ഫാം നടത്താനും, ഇരിട്ടി ബാവലി കമ്മ്യൂൺ കമ്പനിക്ക് 100 ഏക്കർ 30 കൊല്ലത്തേക്കും പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. തോട്ടവിളകൾ ഉൽപ്പാദിപ്പിച്ച് ഫാമിന്റെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് തങ്ങൾ എതിരില്ലെന്നും അതിന്റെ പേരിൽ ഭൂമാഫിയകളുടെ വിളയാട്ടം അനുവദിക്കില്ലെന്നും ഫാം മാനേജ്മെന്റ് സർക്കാർ അനുമതി തേടാതെ ആദിവാസികൾ അവകാശ സമരത്തിലൂടെ നേടിയെടുത്ത ഭൂമി കൊള്ളയടിക്കാനുള്ള നീക്കം ബന്ധപ്പെട്ടവർ തടയണമെന്നും നേതാക്കൾ പറഞ്ഞു. ഫാമിന്റെ ഭൂമി വലിയ നിലയിൽ കൈമാറ്റം ചെയ്യുകയാണ്. ഇപ്പോൾ ബ്ലോക്ക് 1 മാലൂർ അഗ്രി ഫാം പ്രൈവറ്റ് ലിമിറ്റഡിന് 530 ഏക്കർ ഭൂമിയാണ് 30 വർഷത്തേക്ക് ലീസിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം അഗ്രി ഫാം എന്ന സംരംഭകർക്ക് 1000 ഏക്കർ ഭൂമി കൈതച്ചക്ക കൃഷി നടത്താൻ 4 കൊല്ലത്തേക്ക് നൽകി. അതുപോലെ തന്നെ എറണാകുളം KVS ഫുഡ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് 25 ഏക്കർ 30 കൊല്ലത്തേക്ക് വേണ്ടി പന്നി ഫാം നടത്താൻ വേണ്ടി നൽകിയിരിക്കുകയാണ്. ഇരിട്ടി ബാവലി കമ്മ്യൂൺ എന്ന സ്വകാര്യ കമ്പനിക്ക് 30 കൊല്ലത്തേക്ക് കൃഷി നടത്തിപ്പിന് വേണ്ടി 100 ഏക്കർ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കൈതച്ചക്ക കൃഷി നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഫാമിനകത്ത് ഇപ്പോൾ നിലവിലുള്ള കൃഷികൾ, ഇപ്പോൾ കശുമാവ് അതുപോലെ തന്നെ റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷികൾ, അത് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ വന്ന് കൈതച്ചക്ക കൃഷി നടത്തുമ്പോൾ അവിടെ ഈ പറയുന്ന കൃഷികൾ റബ്ബർ കശുമാവൊക്കെ ഇടവിള കൃഷിയായി വെച്ച് പിടിപ്പിച്ച് ഫാമിനൊരു ആസ്തി നൽകിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ, ഈ പങ്കാളിത്ത കൃഷിയുടെ പേരിൽ ഭൂമാഫിയകളുടെ വളയാട്ടം ഞങ്ങൾ അനുവദിക്കില്ല. സമരത്തിന്റെ ആദ്യഘട്ടമായി അടുത്ത മാസം ആദ്യവാരം പങ്കാളിത്ത കൃഷിക്ക് നൽകിയ ഭൂമിയിലേക്ക് മാർച്ച് നടത്തി കുടിൽകെട്ടി അവകാശം സ്ഥാപിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ AKS ജില്ലാ സെക്രട്ടറി K മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം കോട്ടി കൃഷ്ണൻ, ഏരിയ സെക്രട്ടറി KA ജോസ് എന്നിവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.